ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്രയം. കാർപ്രയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചരിത്രത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ സോഴ്സസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ മിക്സഡായിട്ട് നമുക്ക് ഡേയ്സ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന് എടുത്തിട്ട് മറ്റൊതെന്ന് പറയുമ്പോൾ നടക്കണമെന്നില്ല. സോ ഇന്ന് സുൽത്താനേറ്റ് ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സാം ഓറിയൻ്റലായിട്ടാണ് പഠിക്കുന്നത്. അതായത് ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റ്, പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്നിവ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. ഒരു ചരിത്രത്തിൻ്റെ ആരംഭവും അവസാനവും പലപ്പോഴും നോക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയോ ബാക്ക്ഗ്രൗണ്ടോ നോക്കാറില്ല. അങ്ങനെയാണ് പൊതുവെ ചരിത്രം പഠിക്കുന്നത്. ഇനി അങ്ങനെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അത് ചരിത്ര കുതുകികളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് നെറ്റ്, അതുപോലെ PGT ആണെങ്കിലും അങ്ങനെയുള്ള എക്സാമിനൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ കുറച്ച് വിവരങ്ങൾ ഇതുപോലെ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. സോ നമുക്കറിയാം, സുൽത്താനേറ്റ് ഹിസ്റ്ററി തുടങ്ങുന്നത് ഗസ്നിയിൽ നിന്ന് ഇൻവേഷൻ മുതൽ തുടങ്ങുന്നതാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. സോ ഈ ഗസ്നി എവിടെ നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കോറി ഇവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ പൊതുവെ പഠിക്കാറില്ല. കോറിയുടെ ഇൻവേഷൻ മുതൽ അല്ലെങ്കിൽ ഗസ്നിയുടെ ഇൻവേഷൻ മുതൽ കാര്യങ്ങൾ പഠിച്ച് പോകാറ്. ഇതുപോലെ മുഗൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ബാബർ ഇന്ത്യയിലേക്ക് വരാണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാറില്ല. സോ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് നോക്കാൻ പോകുന്നത്. സോ ഒരു സ്റ്റോറി മോഡലാണ് പറയുന്നത്, കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. വർഷങ്ങൾ അങ്ങനെയുള്ള പ്രത്യേക ഇൻസിഡൻറ്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, സെൻട്രൽ ഏഷ്യയിൽ ഇസ്ലാം വന്നു. 5-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം ഉണ്ടായി. അതിനുശേഷം ഖലീഫമാർ വന്നു. അതിനുശേഷം അബ്ബാസിദ്, ഉമയ്യദ് കാലം വന്നു. അതും കഴിഞ്ഞപ്പോൾ വന്ന ആളുകളായിരുന്നു സെമാനിഡ്സ്. അതിലൊരു രാജാവിൻ്റെ പേരായിരുന്നു ആൽജിൻ. 10-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ രാജാവ് ഉണ്ടായിരുന്നത്. ഇയാൾ സമാനിഡ് എംപയറിൽ ഒരു ജനറലായിരുന്നു. 963 ഈ പറയുന്ന ആൽജിൻ ഗസ്നി എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു. അതായത് അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഗസ്നി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന ഗസ്നി ഡൈനാസ്റ്റി ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ ശേഷം വന്ന മറ്റ് പ്രധാനികളായിരുന്നു ഒരാളായിരുന്നു സബുദ്ദീൻ. ഇദ്ദേഹം പിന്നീട് ഈ പറയുന്ന ഗസ്നി ഡൈനാസ്റ്റിയെ കുറച്ചുകൂടി വിപുലപ്പെടുത്തി. അതിനുശേഷം ഈ സബുദ്ദീനിൻ്റെ മകനായി വന്ന ആളാണ് മുഹമ്മദ് ഓഫ് ഗസ്നി. പിന്നീട് ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കേറെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നത് ഈ മുഹമ്മദ് ഓഫ് ഗസ്നിയാണ്. 998 മുതൽ 1030 വരെ നീളുന്ന അങ്ങേരുടെ ചരിത്രമാണ് പിന്നീട് പ്രാധാന്യം വഹിക്കുന്നത്. ഇങ്ങനെ ഗസ്നിയുടെ റൂളറായി കഴിഞ്ഞ മുഹമ്മദ് ഗസ്നി അങ്ങനെ ഗസ്നിക്ക് തൻ്റെ സാമ്രാജ്യം കുറച്ചുകൂടി വിപുലപ്പെടുത്തണം എന്ന ആഗ്രഹം, അതുപോലെ തന്നെ സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ത്യയെ കണ്ടുവെക്കുന്നതും ഇന്ത്യയിലേക്ക് പടയോട്ടം ആരംഭിക്കുന്നതും. ഗസ്നി മൊത്തം 17 തവണയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ളത്. 1000 AD മുതൽ 1026 അല്ലെങ്കിൽ 27 വരെ 17 തവണയാണ് ഇന്ത്യയിൽ ഗസ്നി വന്നത്. ഇതിനിടയിൽ സോമനാഥ ക്ഷേത്ര ആക്രമിക്കൽ വരെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മധുരയിലെയും കനൗജിലെയും സിറ്റികളൊക്കെ ആക്രമിച്ച് സമ്പത്ത് കൊള്ളടിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന രാജ്പുത് കിങ്ഡം ഇതിനൊക്കെ വിറപ്പിച്ചിട്ടാണ്
ഈ ഒരു പരിപാടികൾ നടക്കുന്നത്. ഈ ഒരു ഗസ്നി ഇവിടെ സെൻട്രൽ ഏഷ്യയിൽ നിലനിൽക്കുമ്പോൾ തന്നെ സെൻട്രൽ ഏഷ്യൻ പൊളിറ്റിക്സിൽ മറ്റ് പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് സെൽജൂക്സ്. അതൊരു ടർക്കിഷ് ഡൈനാസ്റ്റിയാണ്. അതായത് മുമ്പ് ഗസ്നിമാർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്ന ഖൊറാസൻ എന്ന് പറയുന്ന ഏരിയയിൽ തന്താഖൻ എന്ന് പറയുന്ന യുദ്ധത്തിലൂടെയാണ് ഈ പറയുന്ന സെൽജൂക്സ് ആ സ്ഥലം പിടിച്ചെടുക്കുകയും അവിടെ ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നത്. അത് 1040 നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗസ്നീഴ്സിനെ കൂടുതൽ ഈസ്റ്റിലേക്ക് നീക്കാൻ ഇവർക്ക് കഴിഞ്ഞു. അതായത് പ്രത്യേകിച്ച് ലാഹോർ ഭാഗത്തേക്കൊക്കെ നീങ്ങേണ്ടി വന്നു ഈ ഗസ്നിമാർക്ക്. ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്താണ് ഖ്വാരിസൻ എംപയർ ഫ്ലറിഷ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അലാവുദ്ദീൻ മുഹമ്മദ്. ഇതുപോലെ തന്നെ ഈ സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഡൈനാസ്റ്റി ആയിരുന്നു ഘോരിത്സ് എന്ന് പറയുന്നത്. ഘോർ എന്ന പ്രദേശത്തു നിന്നുള്ള ഈ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഈ പറയുന്ന ഘോരിത് ഡൈനാസ്റ്റി. അപ്പോൾ ഈ സമയത്ത് ഇവർ അവരുടെ ഒരു ടേണിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം അവിടെയും നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നെയിമായിരുന്നു മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി മുഹമ്മദ് ഗസ്നിയെ പോലെ ആയിരുന്നില്ല. ചുമ്മാ മറ്റൊരു ദേശത്തെ വെൽത്ത് കൊള്ളടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നില്ല മുഹമ്മദ് ഗോറിക്കുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം തൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവിടെ ഭരിക്കുക എന്നുള്ളതായിരുന്നു ഗോറി കണ്ടത്. അതാണ് ഇന്ത്യയിൽ 1191 അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന രാജ്പുത് രാജാവായിരുന്ന ചൗഹാൻ രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെതിരെ നടത്തിയ യുദ്ധത്തിലൂടെയാണ്, അതുവഴിയാണ് ഇവിടെ സുൽത്താനേറ്റ് എംപയർ ആരംഭിക്കുന്നത്. ഒന്നാം തറൈൻ യുദ്ധം, അതിൽ ഗോറി പരാജയപ്പെടുകയാണ്. വീണ്ടും തിരിച്ചു വരികയാണ് 1192 വീണ്ടും പൃഥ്വിരാജ് ചൗഹാനെ ആക്രമിച്ച് കീഴടക്കുന്നതോടുകൂടിയാണ് ഗോരിത് ഈ പറയുന്ന ഗോറി വംശം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഈ പറയുന്ന മുഹമ്മദ് ഗോറിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രദറായിരുന്നു ശരിക്ക് റൂളർ, ഈ ഗോരിത്സിൻ്റെ റൂളർ എന്ന് പറയുന്നത്. പക്ഷേ ഈ അവിടെ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു. അതുപ്രകാരം എൽഡർ ബ്രദർ ഇങ്ങനെ ആകുമ്പോൾ മറ്റേ ബ്രദറിന് വേറെ സ്ഥലങ്ങൾ ഭരിക്കാൻ കൊടുക്കും. അങ്ങനെയാണ് മുഹമ്മദ് ഗോറിക്ക് ഈസ്റ്റിലെ ഭാഗങ്ങൾ കിട്ടുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഗസ്നിമാർ തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ശുഷ്കിച്ച് നിൽക്കുന്ന സമയത്ത് ഗസ്നി ഏരിയയിൽ ഉണ്ടായിരുന്ന ഗോറിക്ക് ഇന്ത്യയിൽ വരാമെന്നുള്ള കാര്യം കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ അവിടുന്ന് നമുക്കറിയാം മുഹമ്മദ് ഗോറി കുറേ കാലം ഭരിച്ചു ഇവിടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പക്ഷേ ഹേവേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല, ആൻസിസ്റ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനറലുകൾക്കിടയിൽ എന്ത് ചെയ്തു, ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങൾ, അദ്ദേഹം ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വീതിച്ച് നൽകേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു കുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു അടിമയായിരുന്നു കുതുബുദ്ദീൻ. അങ്ങനെയാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഫസ്റ്റ് ഒരു സുൽത്താനേറ്റ് എംപയർ എന്ന് കണക്കാക്കാൻ കഴിയുന്നത് ഈ കുതുബുദ്ദീൻ ഐബക്കിൻ്റെ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസ്റ്റിയാണ്. പിന്നീട് ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്ക് 1193 ഡൽഹി പിടിച്ചടക്കുന്നതോടുകൂടിയാണ് ഈ പറയുന്ന മംലൂക്ക് ഡൈനാസ്റ്റി ആരംഭിക്കുന്നത്. അതുപോലെ ഡൽഹി സുൽത്താനേറ്റും ആരംഭിക്കുന്നത്. ഇതിലൊക്കെ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇന്ത്യയിൽ കുറേ രാജാക്കന്മാരുണ്ട്. അതായത് പക്ഷേ പ്രത്യേകിച്ച് പവർഫുള്ളായ രാജാവ് ഇല്ല. രാജ്പുത്സ് ഉണ്ട്. അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ സൗത്ത് ഇന്ത്യയിൽ മറ്റു രാജാക്കന്മാർ, അങ്ങനെ ഓരോ പ്രദേശങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രാജാക്കന്മാരും അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അവർ തമ്മിലുള്ള യുദ്ധങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പുറത്തു നിന്ന് വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇവരെ കീഴടക്കാൻ സാധിക്കുന്നത്. ഈ ഒരു യൂണിഫൈഡ് എംപയർ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു പിടിച്ചടക്കിയിട്ട് ഒരു യൂണിഫൈഡ് എംപയറിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് നമുക്കിവിടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. സോ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഈ പറയുന്ന മുഹമ്മദ് ഗോറിയുടെ എന്തൊക്കെ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ, അതുപോലെ ഈ പറയുന്ന കുതുബുദ്ദീൻ ഐബക്ക് അങ്ങോട്ട് തുടങ്ങുന്ന മറ്റ് ഡൽഹി സുൽത്താനേറ്റ് രാജാക്കന്മാർ, അവരുടെ കോൺട്രിബ്യൂഷൻ, അവർ നടത്തിയ യുദ്ധങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം.